ഹൈഡിയേഴ്സ് പ്രീമിയം സാറ്റിൻ ക്ലോത്തിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് പിൻടെക്സ് വന്നിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ മാക്സി ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവിന് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫ്രണ്ട് ഓപ്പണിൽ കോൺട്രാസ്റ്റ് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന് റാഗ്ലൻ സ്ലീവാണ് ചെയ്തിട്ടുള്ളത്. അത് ഒന്നുകൂടെ നമുക്ക് വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് ബട്ടണാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർഷനിൽ ഈ ഒരു രീതിയിൽ നീറ്റായിട്ട് തന്നെ പിൻടെക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ ആദ്യം ഒരു ന്യൂസ് പേപ്പറിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. മുകളിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചെടുക്കണം സ്കെയിൽ വെച്ചിട്ട്. ഇനി 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് 3.5 ഇഞ്ച് നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്തെടുക്കുക. ഷോൾഡർ ലെങ്ത്തായിട്ട് 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അവിടുന്ന് താഴോട്ട് ആം ഹോൾ ലെങ്ത്തായിട്ട് 8 ഇഞ്ചും മാർക്ക് ചെയ്ത് വരച്ചെടുക്കുക. ശേഷം ആ 2 പോയിൻറ്റും കണക്ട് ചെയ്ത് ഒരു ബോക്സ് ഷേപ്പിൽ വരച്ചെടുക്കുക. ഇനി ചെസ്റ്റ് മെഷർമെൻ്റാണ് അടയാളപ്പെടുത്തേണ്ടത്. ഞാനിവിടെ 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു പോയിൻറ്റിൽ നിന്ന് ഒരു 7 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചെടുക്കുക. അവിടെ നിങ്ങളെ കറക്റ്റ് മെഷർമെൻറ്റ് എത്രയെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് നെക്ക് ലെങ്ത്തായിട്ട് 3.5 ഇഞ്ചും ബാക്ക് നെക്ക് 1.5 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഷോൾഡർ ലെങ്ത്തായിട്ട് 7.5 ഇഞ്ചും അതുപോലെ തന്നെ ആം ഹോള് 8 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും സെപ്പറേറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. 1/2 ഇഞ്ച് ഉള്ളിലോട്ടായിട്ട് ഫ്രണ്ട് ആം ഹോൾ കയറ്റി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് ലൈനിൽ നിന്ന് വേസ്റ്റ് ലൈനിലേക്ക് ഒരു ലൈനും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി റാഗ്ലൻ സ്ലീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ നെക്ക് ലൈനിൽ നിന്ന് ഒരു 2 ഇഞ്ച് താഴോട്ടൊരു ലൈന് ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ആ എൻഡിലേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ചെരിച്ചൊരു ലൈൻ വരച്ചെടുക്കുക. അപ്പോൾ ഇത്രയും പോർഷനാണ് നമ്മളെ റാഗ്ലൈൻ ബോഡി പാർട്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഭാഗമാണ് സ്ലീവ് പാർട്ട്. ഇനി ആ റാഗ്ലൈൻ ലൈനിൻ്റെ ആം ഹോളിൻ്റെ ഭാഗത്തായിട്ട് ഒരു 0.25 ഇഞ്ച് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. താഴോട്ടും മേലോട്ടും അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിലേക്ക് കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം ഫ്രണ്ട് ആം ഹോളായിട്ടാണ് എടുക്കേണ്ടത്. ഇനി ഈ മാർക്ക് ചെയ്ത ലൈനിലൂടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ ബോഡി പാർട്ട്. ഇനി സ്ലീവിൻ്റെ പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫുൾ സ്ലീവാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ പേപ്പറിൽ വെച്ചിട്ട് കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് വരക്കുന്നുണ്ട്. അതേ അളവ് തന്നെ കുറച്ചും കൂടെ ലെങ്ത്തിൽ ക്ലോത്തിലും ചെയ്തെടുക്കും. അപ്പോൾ ഈ ഒരു ക്ലോത്തിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. പ്രീമിയം സാറ്റിൻ ക്ലോത്താണിത്. പിൻടെക്കൊക്കെ വരുമ്പോൾ ഫ്ലോയി ആയി കിടക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഫാബ്രിക് 4ആയി മടക്കിയിട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർഷൻ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു തേര് വശത്തുനിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അവിടുന്ന് താഴെ വരെ ഈ ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തണം. ബട്ടൺ ഹോളും പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ഈ ഡ്രസ്സ് ചെയ്തെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് പിൻടെക്ക് ചെയ്തെടുക്കാനുള്ള മെഷർമെൻറ്റ് അടയാളപ്പെടുത്തണം. ഇനി ആ 2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ആദ്യം ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ശേഷം ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടി അടയാളപ്പെടുത്തുക. പിന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ 1/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 1/2 ഇഞ്ച്, അങ്ങനെ ഒരു 12 പിൻടെക്സ് ആണ് ഞാൻ ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഒരു സൈഡിൽ ചെയ്യുന്നത്. മറ്റേ സൈഡിലും അതുപോലെ തന്നെ 12 പിൻടെക്കാണ് വരേണ്ടത്. അപ്പോൾ ഈ 1/2 ഇഞ്ച് കൂടുമ്പോഴാണ് നമ്മൾ ഒരു ടെക്കായി മാറുന്നത്. 1/2 ഇഞ്ച് കൂടി കൂട്ടി പിടിച്ചിട്ട് ഒരു ടെക്ക് എടുക്കും. ആ 1/4 ഇഞ്ച് പോർഷനോടെ ഏസിനും വേണ്ടി വിടും. ഫ്രണ്ട് പോർഷൻ ഓപ്പൺ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ 2 സൈഡിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെഷർമെൻറ്റ്സ് ഒക്കെ അടയാളപ്പെടുത്തണം. ഈ ഒരു രീതിയിൽ ആദ്യം ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടി അടയാളപ്പെടുത്തുക. ആ 2 ലൈനിൽ വരച്ചെടുക്കുക. അങ്ങനെ ആദ്യം 1/4 ഇഞ്ച്, പിന്നെ 1/2 ഇഞ്ച്, 1/2 ഇഞ്ച്, അങ്ങനെ നമ്മളെ വേസ്റ്റ് ലൈൻ വരെ വരച്ചെടുക്കുക. ഞാനൊരു താഴോട്ട് 15 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിലൊരു ലൈൻ വരച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഈ ഒരു മെഷർമെൻറ്റ് 1/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 1/2 ഇഞ്ച് ആ ഒരു മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിട്ട് മുകളിൽ നിന്ന് താഴത്തെ ലൈനിലും അതുപോലെ തന്നെ ആ അടയാളപ്പെടുത്തിയ മെഷർമെൻറ്റിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ 1/2 ഇഞ്ച് വിഡ്ത്തുള്ള
ടക്സാണ് ഉണ്ടാവുക. അതുപോലെ ഇനി ബാക്ക് പോർഷനിൽ കുറച്ചുകൂടെ ചെറിയ പ്ലീറ്റുകളാണ് ഇടുന്നത്. അപ്പോൾ അതേ സെയിം അളവിൽ വേസ്റ്റ് ലെങ്ത്തിലേക്ക് 15 ഇഞ്ച് ലെങ്ത്തിലേക്ക് ഒരു ലൈന് വരച്ചെടുക്കണം. ഇനി 4 ഇഞ്ച് മുഴുവൻ 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ച് ലൈനിലേക്ക് ഇതുപോലെ താഴെയും മേലെയും അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു രീതിയിൽ വരച്ചെടുക്കുക. അപ്പോൾ അതാ മുഴുവൻ ലൈനും അടയാളപ്പെടുത്തി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ടക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടി നമ്മൾ ആദ്യത്തെ 4 ഇഞ്ചല്ല, രണ്ടാമത് വരുന്ന 4 ഇഞ്ച് എടുത്തിട്ട് ആ ഒരു ലൈനിനെ സെൻറ്ററിലാക്കിയിട്ട് ആദ്യം വരച്ച 4 ഇഞ്ചും മൂന്നാമത് വരച്ച 4 ഇഞ്ചും കൂടി വരുന്ന ആ ഒരു പോർഷനിൽ ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓരോ പ്ലീറ്റും പിൻ ചെയ്ത് വെച്ചാൽ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല അങ്ങനെ ആവുമ്പോൾ ഓരോ ലൈനും വളയാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ആവുമ്പോഴാണ് ഈ ടെക്കിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. ഈ സ്റ്റിച്ചിങ് പ്രോസസ്സ് നല്ല രസമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുക. പക്ഷേ മാർക്ക് ചെയ്ത് വരച്ചെടുക്കണ പരിപാടി കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അത് കഴിഞ്ഞ് പിൻ ചെയ്തും കൂടി വെച്ചാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എന്തായാലും ഫൈനൽ ഔട്ട്പുട്ട് അടിപൊളിയായിരിക്കും. പിന്നെ ഈ ടെക്ക് വരുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ടും ബാക്കും നല്ല കവറേജ് കിട്ടും. നമ്മൾ എക്സ്ട്രാ ഒരു ലൈനിങ്ങോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നല്ല വൃത്തിക്ക് നീറ്റായിട്ട് നല്ല കവറേജിൽ ചെയ്തെടുക്കാൻ പറ്റും. മോഡസ്റ്റ് വെയറായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ബെസ്റ്റ് പാറ്റേൺ ആണിത്. നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ ഇത് ഒന്നുകിൽ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ക്ലാസി ലുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗ്ലേസിങ് ഉള്ള ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഇതുപോലുള്ള ക്ലോത്ത് വെച്ചിട്ട് ചെയ്തെടുക്കാനും നോക്കുക. നന്നായിട്ടൊന്ന് ആക്സസറൈസ് ചെയ്തും കൂടി ചെയ്താൽ ഇത് പാർട്ടി വെയർ ആയിട്ട് എന്തുകൊണ്ടും അടിപൊളിയായിരിക്കും. ഓരോ പ്ലീറ്റും ഒരേ ലെവലിലാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ആ ലെങ്ത്തും ഒരുപോലെ തന്നെ, ആ ലെങ്ത്തിലെത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. ഒരേ അളവിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. നമ്മൾ അടയാളപ്പെടുത്തിയതുകൊണ്ട് അത് എന്തായാലും അങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ബാക്ക് പോർഷനാണ് ചെയ്തെടുക്കുന്നത്. അത് ഞാൻ ചെറിയ പ്ലീറ്റാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 4 ഇഞ്ച് അളവെടുത്തിട്ട് അത് ആ ഒരു രീതിയിലുള്ള പ്ലീറ്റുകളാണ് ചെയ്തെടുക്കുന്നത്. ബാക്ക് പോർഷനിൽ ഓപ്പണിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒരേ ലെവലിൽ ചെയ്തെടുത്താൽ മതി. ഫ്രണ്ട് പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തെടുത്തത്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വേറെ വേറെ വരച്ചിട്ടാണ് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ 44 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്തിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തത്. ഫ്രണ്ട് പോർഷനിൽ 2 സൈഡിലായിട്ട് ഓരോ സൈഡിലേക്കും 12 പ്ലീറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ബാക്കിലും അതുപോലെ മൊത്തം 24 പ്ലീറ്റുകളാണ് ബാക്കിലും വന്നത്. ഇനി ബട്ടൺ ഹോളും പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷൻ ഓപ്പൺ വരുന്ന ഭാഗത്ത് ഒരു കോൺട്രാസ്റ്റ് കളറിൽ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ക്യാൻവാസ് വെച്ചിട്ട് ഞാനിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ആ ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ നമുക്കത് ഫിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ അയൺ ചെയ്തെടുത്തതിന് ശേഷം ഡ്രസ്സിൻ്റെ നല്ല വശവും ആ ഒരു പ്ലാക്കറ്റിൻ്റെ നല്ല വശവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ പൈപ്പിംഗ് വരുന്ന രൂപത്തിൽ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും കാണാൻ. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ ആ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുത്താൽ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ പാറ്റേൺ എടുത്തിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഫുൾ സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവ് എൻഡിൽ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. ഇനി പിൻടക്ക് ചെയ്തെടുത്തതിന് ശേഷം ആ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ബോഡി പാർട്ടും കട്ട് ചെയ്തെടുക്കണം. ഡ്രസ്സിൻ്റെ 2 സൈഡിലും പോക്കറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കണം. 18 ഇഞ്ച് ലെങ്ത്തും 6.5 ഇഞ്ച് വിടുത്തുള്ള ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡ്രസ്സിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്ന രൂപത്തിൽ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി സ്ലീവിൻ്റെ ബാക്ക് പോർഷനും ഡ്രസ്സിൻ്റെ ബാക്ക് പോർഷനും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ 2 സ്ലീവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നെക്ക് പോർഷനാണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ നെക്ക് പോർഷൻ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഈ ഒരു രീതിയിൽ ഒരു ക്രോസ് പീസ്, അപ്പോൾ ക്രോസ് പീസിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ നെക്കിൻ്റെ സൈഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്നും കൂടെ മടക്കിയിട്ട് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. ഇനി സ്ലീവിൻ്റെ എൻ പോർഷൻ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനാണ്. ഒരു 1/4 ഇഞ്ച് വിടുത്തുള്ള ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. 1/2 ഇഞ്ച് വിടുത്തുള്ള ഇലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല. നമ്മളിവിടെ താഴെ 1 ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തിരുന്നത്. ആ ഒരു പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഇലാസ്റ്റിക് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. സ്ലീവ് എൻഡിൽ എത്രയാണ് വിടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിൽ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. ഞാനൊരു 6 ഇഞ്ചാണ് സ്ലീവ് ഓപ്പണിങ്ങിനായിട്ട് കൊടുത്തത്. നമ്മൾ ഇലാസ്റ്റിക് എത്രയെന്ന് വെച്ചാൽ അതിനുള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു രീതിയിൽ 2 തവണ ഒന്ന് വലിച്ചു വിട്ടാൽ സെയിം അളവിൽ പ്ലേറ്റുകളെല്ലാം വന്ന് നിന്നോളും. ഇനി സ്ലീവിൻ്റെ സൈഡിലൂടെ ഡ്രസ്സിൻ്റെ എൻഡ് വരെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്യണ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ആം ഹോളിൻ്റെ ഭാഗത്തു നിന്ന് താഴേക്ക് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് ഒരു 6.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് അത്രയും ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. സൈഡ് പോർഷൻ സ്റ്റിച്ച് ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് തന്നെ പോക്കറ്റ് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ പോക്കറ്റിന് വേണ്ടി മാറ്റി വെച്ച ക്ലോത്തിൽ നിന്ന് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ലീവ് വെച്ചിട്ട് സ്ലീവിൻ്റെ ഷേപ്പിൽ തന്നെ റാൻഡമായിട്ട് ഒരു ഷേപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സ്ലീവ് അതിലേക്ക് വെക്കാൻ കഴിയണ രൂപത്തിലുള്ള ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ഇനി ഡ്രസ്സിൻ്റെ സൈഡിൽ നമ്മൾ ഓപ്പൺ ചെയ്തെടുത്ത ഭാഗത്തേക്ക് കട്ട് ചെയ്തെടുത്ത പോക്കറ്റിൻ്റെ പീസ് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു വെച്ച പോക്കറ്റ് ഇല്ലാത്ത ഡ്രസ്സിലും റെഡിമെയ്ഡ് വാങ്ങിയ ഡ്രസ്സിലും പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് തന്നെ പറ്റും. ശേഷം ഡ്രസ്സിൻ്റെ സൈഡ് പോർഷനും പോക്കറ്റിൻ്റെ ഈ ഒരു ഓപ്പൺ വരുന്ന പോർഷനും കൂടെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി അവസാനമായിട്ട് ഡ്രസ്സിൻ്റെ ബോട്ടം പാർട്ടും കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക.